നമസ്കാരം. സോണിയാഗാന്ധിയുടെ വിദേശ പൗരത്വം ഉന്നയിച്ച് പാർട്ടി വിട്ട് NCP രൂപീകരിച്ച ശരത് പവാർ കോൺഗ്രസിലേക്ക് തിരിച്ചു വരാൻ ഒരുങ്ങുന്നതായി സൂചന. കോൺഗ്രസും NCPയും തമ്മിൽ പ്രത്യയശാസ്ത്ര വ്യത്യാസങ്ങളില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ദേശീയ മാധ്യമവുമായിട്ടുള്ള അഭിമുഖത്തിൽ പവാർ ലയന സൂചന നൽകിയിരിക്കുന്നത്. 2024 തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷ രാഷ്ട്രീയം പുനഃക്രമീകരിക്കപ്പെടുമെന്ന് പവാർ പറഞ്ഞു. 2 വർഷത്തിനുള്ളിൽ നിരവധി പ്രാദേശിക പാർട്ടികൾ കോൺഗ്രസുമായി കൂടുതൽ അടുക്കും, അല്ലെങ്കിൽ കോൺഗ്രസിൽ ലയിച്ചേക്കാം. ലയനം സ്വന്തം പാർട്ടിക്ക് ബാധകമാണോ എന്ന ചോദ്യത്തിനാണ് NCPയും കോൺഗ്രസും തമ്മിൽ പ്രത്യയശാസ്ത്ര വ്യത്യാസമില്ലെന്നും നെഹ്റുയൻ ചിന്താഗതി പുലർത്തുന്നവരാണെന്നും പവാർ പറയുന്നു. ലയനത്തെക്കുറിച്ച് സഹപ്രവർത്തകരുമായി ആലോചിക്കാതെ ഒന്നും പറയുന്നില്ലെന്നും ഏത് തീരുമാനവും കൂട്ടായി എടുക്കുമെന്നുമാണ് പവാർ വ്യക്തമാക്കിയിരിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളിൽ വലിയൊരു വിഭാഗം BJPയെയും നരേന്ദ്രമോദിയെയും ഇഷ്ടപ്പെടുന്നില്ല. അവർ ഒന്നിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്തായാലും മോദിയുമായി സഹകരിക്കില്ല എന്നാണ് പവാർ പറയുന്നത്. അത് ദഹിക്കാൻ ബുദ്ധിമുട്ടാണ്. നിരവധി ചെറുപ്പക്കാർ പ്രതിപക്ഷ പാർട്ടികളുമായി സഹകരിക്കുന്നുണ്ട്. 1977 ജനതാ പാർട്ടി അധികാരത്തിലേറിയ പോലുള്ള സാഹചര്യമാണ് ഇപ്പോഴെന്നും പവാർ പറയുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷമാണ് ജനതാ പാർട്ടി രൂപീകരിച്ചത്. അന്നും തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നില്ല. പിന്നീടാണ് മൊറാർജി ദേശായിയെ തെരഞ്ഞെടുത്ത് അന്ന് മൊറാർജിക്ക് ലഭിച്ചതിനേക്കാൾ സ്വീകാര്യത ഇന്ന് രാഹുലിനുണ്ട് എന്നാണ് പവാർ പറയുന്നത്. അദ്ദേഹം എല്ലാവരുമായി ബന്ധം കെട്ടിപ്പടുക്കുന്നു. സമാന ചിന്താഗതിക്കാരെ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു. മോദിക്കൊപ്പം ചേർന്നവരെ ജനങ്ങൾ ഇഷ്ടപ്പെടില്ലെന്ന് NCP ശിവസേന പിളർപ്പിനെ പരാമർശിച്ചുകൊണ്ട് പവാർ പറഞ്ഞു.